ഹലോ. ആ വിജയ, ഗോവിന്ദൻകുട്ടിയാ. ഞങ്ങൾ വീട്ടിലെത്തി. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? ജാനിമോളെവിടെ? ആ ഇവിടെ ഉണ്ട്. ആ വിജയ, ഞാൻ വിളിച്ചതേ, നീ ജാനിക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ അവള് നോക്കിയപ്പോ ചില സംഗതികൾ കാണാനില്ല. കാണാനില്ലെന്നോ? എന്ത് സംഗതികള്? ആ 50,000 രൂപയാണ് കൊടുത്തതെന്ന് പറയുന്നു. 23,000 ഉള്ളൂ. ആ എന്നിട്ട്? പിന്നെ 3 പവന്റെ ഒരു ക്യാപ്സ്യൂൾ ചെയിനും കാണാനില്ല. എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതാണോ? ആ നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ നിന്റെ വീട്ടിലാണ് നഷ്ടപ്പെട്ടത്, വേറെ ഒരിടത്തും പോയിട്ടില്ല. ജാനിക്കുട്ടിക്ക് ആ കാര്യം നല്ല ഉറപ്പാ. ഞാനിവിടെ നോക്കിയിട്ട് വിളിക്കാൻ ഗോവിന്ദൻകുട്ടി. എന്താ വിജയേട്ടാ? അവൾക്ക് ഞാൻ കൊടുത്തതിൽ നിന്നും ഒരു 27,000 രൂപ കാണാനില്ല. അത് പോയ വഴി എനിക്കറിയാം. അത് കൂടാതെ 3 പവന്റെ ഒരു ഗോൾഡ് ചെയിനും പോയിട്ടുണ്ട്. അവളെവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞതായിരിക്കും വിജയേട്ടാ. എന്താ എന്താ ഇവിടെ വിഷയം? ജാനി അവിടെ ചെന്നപ്പോ സ്വർണ്ണമാല ഒരെണ്ണം കാണാനില്ല അത്ര. ആ അത് കാണാതെ പോ. അവസാനം കള്ളുഷാപ്പിലെ ബ്രാൻഡ് കടയിലെ ചെന്ന് നോക്കിയാ മതി. കൊടുത്തൊന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ആ പെണ്ണിനത് ഒതകത്തില്ലെന്ന്. ഗോവിന്ദൻകുട്ടിക്ക് ഒരു 3 മാസം കള്ളു കുടിക്കാനുള്ള വകയായി. അവനും നിങ്ങളുടെ ബന്ധുവല്ലേ, ജീവിച്ചു പോട്ടെ. അങ്ങനെ ആരും ജീവിച്ചു പോണ്ട. വിജയ, നിന്റെ അലമാരയുടെ താക്കോലിങ്ങടുത്തേ, ഞാനൊന്ന് നോക്കട്ടെ. എന്തിനിപ്പോ ഞങ്ങളുടെ അലമാര നോക്കുന്നേ? കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ. അതിനകത്ത് പല സാധനങ്ങളും ഇരിപ്പുണ്ട്. വേറൊരാൾ പരിശോധിച്ചാൽ ശരിയാവത്തില്ല. നിങ്ങൾക്ക് രത്നമ്മയാണോ സംശയം? അതെ. ജാനിക്ക് കൊടുത്ത സ്വർണ്ണമാല രത്നമ്മ അടിച്ചു മാറ്റിയെന്നോ? നിങ്ങൾക്ക് 2 പേർക്കും ഏത് പിച്ചച്ചട്ടിലും കൈയിട്ട് വാരാൻ യാതൊരു മടിയും നാണോ ഇല്ലെന്ന് ഞങ്ങൾക്കറിയാവല്ലോ. വിജയ, നീ കേട്ടോ നിന്റെ അമ്മ പറയുന്നത്? എന്നെ മാത്രമല്ല നിന്റെ ഭാര്യയും കൂടിയാ വസുമതി അമ്മ അപമാനിക്കുന്നത്. എന്റെ സരളയുടെ കൊച്ചിന്റെ അരിഞ്ഞാണം അടിച്ചു മാറ്റിയ കഥയൊക്കെ വിജയനും അറിയാം. കൂടുതൽ ചരിത്രമൊന്നും ആരും പറയണ്ട. വിജയ, ആ താക്കോൽ എടുത്തോണ്ട് വാ, നമുക്ക് ഒന്നിച്ചു നോക്കാം. വാ. നീ ആ മാല എടുത്തായിരുന്നോടി? ഇല്ലമ്മേ, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമില്ലേ? ഇല്ല. എന്നാ ഞാൻ എടുത്തു. എന്നിട്ട് അവിടെ വെച്ചു? അലമാരയില്. അയ്യോ, വേറൊരു സ്ഥലവും കണ്ടില്ലടി നിനക്ക് ഒളിച്ചു വെക്കാൻ. നിനക്ക് ആ പരിപ്പിന്റെ പാത്രത്തിലിട്ട് വെച്ചുകൂടായിരുന്നോ? അതാകുമ്പോ പെട്ടെന്ന് തിരിച്ചറിയത്ത് പോലും ഇല്ലായിരുന്നു. അവിടെ ചെന്നിട്ട് ജാനി ഇങ്ങനെ പരിശോധിക്കുന്നു, വിളിച്ചു പറയുന്നു. ഞാൻ ഓർത്തോ, ദരിദ്രവാസികള്. വിജയം തെരഞ്ഞാ കിട്ടുന്നിടത്താണോ വെച്ചിരിക്കുന്നത്? കിട്ടുമായിരിക്കും. ബുദ്ധിയില്ലാത്തോളെ, ഞാൻ വന്നപ്പോ നിനക്ക് എന്റെ തന്നുകൂടായിരുന്നോ? അങ്ങനെ മതിയായിരുന്നല്ലേ? ഓ, പോയ കുത്തി ഇനി ആന പിടിച്ച തിരിച്ചു കിട്ടുവോടി? ആ പൈസ ആരാ അടിച്ചു മാറ്റിയ? അതും ഞാനാ. പക്ഷെ അത് വിജയേട്ടൻ കണ്ടതാ. നീ ഇങ്ങോട്ട് മാറ, ഞാൻ നോക്കാം. നിന്റെ കെട്ടിയോള് കള്ളിയാവുമല്ലോ എന്ന് വിചാരിക്കുമ്പോ നിനക്കൊരു ഉത്സാഹം കാണത്തില്ല.
തന്നെത്താൻ എഴഞ്ഞു കയറി. പാമ്പിന്റെ കുഞ്ഞല്ലേ ഇത്. ഇനി വേറൊരു സൂത്രവും കൂടി കാണിക്കാം. ഇതെങ്ങനെ വന്നോ ആവോ. പറന്നായിരിക്കും വന്നത്. കടലാസല്ലേ, കാറ്റത്ത് പറക്കാലോ. വിജയ, അവരെ വിളിച്ച് സാധനം ഇവിടെ ഉണ്ടെന്ന് പറ. വെറുതെ അവിടെ ഇവിടെ തെരഞ്ഞ് വിഷമിക്കണ്ടല്ലോ. ആ ഗോവിന്ദൻകുട്ടി, ജാനിമോൾക്കൊന്ന് കൊടുക്കൂ. ആ ജാനിക്കുട്ടി, ജാനിമോളെ. ഞാനിവിടാ. ആ വന്നേ. വിജയ വിളിക്കുന്നു. ഹലോ അച്ഛാ. ആ മോളെ, കാണാതായ മാല ഇവിടെയുണ്ട്. രത്നമ്മയുടെ അലമാരിന്നാ കിട്ടിയത്. കാണാതായ പൈസ ഇവിടെയുണ്ട്. രത്നമ്മ അടിച്ചു മാറ്റിയതാ. ആ സാരമില്ല അച്ഛാ, അവിടെ ഉണ്ടോന്ന് അറിഞ്ഞാ മതി. അച്ഛൻ എനിക്ക് തരുകയും ചെയ്തു. എനിക്കത് കിട്ടിയില്ലെന്ന് വരരുതല്ലോ. ആ അച്ഛൻ മോളെ കാണാൻ വരുമ്പോ പൈസയും മാലയും കൊണ്ടുവരാം കേട്ടോ. സോറി മോളെ, ഗോവിന്ദൻകുട്ടിയോട് പറഞ്ഞേക്കണേ. അച്ഛൻ എന്തിനാ സോറി പറയുന്നത്? അച്ഛൻ അത് കൊണ്ടുവരണ്ട. വേണമായിട്ടല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞതാ. നന്നായി, അല്ലെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു. ശരി ബച്ച, ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ. ഈ നികൃഷ്ട ജീവി എന്ന് പറയുന്ന സാധനം ആകെ 2 3 ഉള്ളൂ ഈ ലോകത്ത്. അതിലൊന്ന് നീയാ.